ഹായ് ഹോൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു കുൾ ടോക്ക് ഫാമിലി. അപ്പോൾ ഇന്നൊരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇതിൽ ഞാൻ എക്സ്റ്റേണലായിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു ടീസ്പൂൺ മൈദപ്പൊടി, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് മസാല ഇട്ടെടുക്കുന്ന പോലെയുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. ഇതിങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ടെടുക്കുക. പിന്നെ ഉപ്പ് നമ്മുടെ ഒരു സുമാർ അളവിനനുസരിച്ചിട്ട് ഇട്ടെടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ടെടുക്കുക. മുളക് പൊടിയൊക്കെ ഇട്ടുമ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത കാരണം നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ സുർക്കയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് റെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ സൈസിലൊക്കെ നല്ലൊരു മാറ്റം വന്ന പോലെ. അതുമാത്രമല്ല നല്ല ടേസ്റ്റിയും കൂടെ കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമ്മൾ ഗ്രേവിക്കുള്ള മസാലയ്ക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു 4 സവോള എടുത്ത് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. സവോള ഏകദേശം വഴന്നതിന് ശേഷം നമ്മളൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവോള വഴന്നു വന്നതിന് ശേഷം നമ്മളിതാ 3 മീഡിയം സൈസുള്ള തക്കാളി കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. തക്കാളി ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. മാത്രമല്ല നമ്മൾ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളിയുടെ എണ്ണം കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ കറികൾക്കൊക്കെ. തക്കാളി ഇതൊക്കെ വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ സവോളയും തക്കാളിയൊക്കെ വഴഞ്ഞ് റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഗ്രേവി നല്ല കുറുന്നനെ രീതിയിൽ കിട്ടും കേട്ടോ. അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വീഡിയോയിൽ സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി നല്ല ടേസ്റ്റ് വയ്ക്കാനും ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ കുറുന്നനായിട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക.
ഗ്രേവി ഇതാ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രേവി കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.